ഗായ്സ്, നമ്മളുടെ ലാലേട്ടൻ്റെ 2026 നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പടമാണ് ദൃശ്യം 3. അതിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. നിങ്ങളെല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഇയാളാണൊരു കില്ലാടിയാണ്. രണ്ടുപേരുടെ കഴുത്ത് ടാഗ് ഉണ്ട്. ന്യൂസുകാരാണ് തോന്നില്ലേ കണ്ടിട്ട്. അതോ നോക്കാം. ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്, പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. പിന്നെ ആ ജോർജ് കുട്ടി ആളൊരു കുറുക്കനാണ്. ഈ ഒരു ഫ്രെയിം നമുക്ക് നമ്മുടെ ദൃശ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫ്രെയിമാണ് ലാലേട്ടൻ്റെ. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാത്തെ? അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ. ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. പിന്നല്ലേ സർ, ഇപ്പോഴല്ലേ നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റും? I want his full file on my desk as soon as possible. ഇനി അങ്ങനെയൊന്നും ചിന്തി. ലാസ്റ്റ് നമ്മുടെ ജോർജ് കുട്ടി എന്തോ ഫോണിൽ കണ്ടെന്തോ പേടിക്കാൻ തോന്നുന്നുണ്ട്. എന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ മേലോട്ട് ഓടിപ്പോയി ഫോണിൽ ഇങ്ങനെ നോക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? മെയ് 21, 2026 നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് റിലീസ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ ഓക്കെ.